ഡോക്ടർ നാഗേശ്വരി. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഏഷ്യാനെറ്റ് എന്ന ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് എന്ന പരിപാടിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അത് ബിഗ് ബോസ് തുടങ്ങിയ കാലം തൊട്ട്, അതായത് സീസൺ 1 മുതൽ ഞാനും കുടുംബവും എല്ലാം സീസൺ 5 വരെ ഞങ്ങൾ മുഴുവനും കാണുമായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യവുമായിരുന്നു. പക്ഷേ ഈ സീസൺ 6 തുടങ്ങിയപ്പോൾ അതിലെന്തോ ഒരു അപാകത ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിലെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം സഭ്യമായ ഭാഷ സംസാരിക്കാറില്ല. അസഭ്യമായ ഭാഷയിലാണ് മിക്കവരും പറയുന്നത്. പ്രത്യേകിച്ച് ജാസ്മിൻ എന്ന് പറയുന്ന ആ കുട്ടി പറയുന്ന വാക്കുകൾ എന്ത് മോശമായ രീതിയിലാണ്. ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കുടുംബത്ത് വരുന്ന ഒരു കുട്ടിയും അങ്ങനെ പറയാറില്ല. അവിടെ വേറെയും ഉണ്ടല്ലോ പെൺകുട്ടികൾ, അവരുടെ വായിൽ നിന്നൊന്നും ഇങ്ങനെ വന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ആ കുട്ടിയും ഗബ്രിയും കൂടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ അതെന്തെല്ലാമാണ്. അത് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമോ? ആർക്കും പറ്റത്തില്ല. പക്ഷേ ആ കുട്ടി എന്ത് പറഞ്ഞാലും ബിഗ് ബോസ് അതിനെ എതിർക്കാറുമില്ല. അതേസമയം മറ്റുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ ഉടനെ അവരെ ഒന്നെങ്കിൽ പുറത്താക്കും, അല്ലെ എന്തെങ്കിലും യെല്ലോ കാർഡോ റെഡ് കാർഡോ ഒക്കെ കൊടുത്ത് അവരെ മാറ്റും. പക്ഷേ ഇവൾക്ക് ഇന്ന് വരെ ഒരു പണിഷ്മെൻറ്റും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവൾക്ക് വരുന്ന കമൻസ് ആണെങ്കിലോ നെഗറ്റീവായിട്ടുള്ള കമൻസ് മാത്രമേ വരാറുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ഒരു കമൻസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൾക്ക് ഇത്രയും ഹെയ്റ്റേഴ്സും ഇത്രയും ജനങ്ങൾ വെറുക്കുന്ന ഒരു കുട്ടിയുമായിട്ട് പോലും ഇവൾക്ക് എങ്ങനെ ഇതിനും വേണ്ടി വോട്ട് കിട്ടുന്ന? ഇത്രയും വോട്ട് കിട്ടാൻ അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവൾക്ക് ഒരു വാക്ക് പോലും നന്നായിട്ട് സംസാരിക്കാൻ അവൾക്ക് അറിയത്തില്ല. ഇത് പ്രേക്ഷകരെ നിങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ലേ? അപ്പോൾ ഇവൾക്ക് ഇത്രയും വോട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പുറയിൽ വൻ കള്ളക്കളികൾ, വൻ ലോബികൾ ഇതിൻ്റെ പുറയിലുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. എനിക്ക് മാത്രമല്ല, പലർക്കും അത് തോന്നുന്നുണ്ട്. ആരും അത് പറയാനിട്ടാണ്. പക്ഷെ ഞാനത് വെട്ടിത്തുറന്ന് പറയുന്നു എന്ന് മാത്രം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.